Hi dears, welcome back to my channel, Your Echo Tutor. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്താണെന്നും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതുപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റുകളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റും അതുപോലെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും. ആദ്യം പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. It is the collection of all possible combinations of goods that can be produced from a given amount of resources and a given stock of technological knowledge. ഒരു രാജ്യത്ത് തന്നിട്ടുള്ള ടെക്നോളജിക്കൽ നോളജും അതുപോലെ റിസോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കമ്മോഡിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ കോമ്പിനേഷൻസിൻ്റെ കളക്ഷനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ അല്ലെങ്കിൽ ടേബിൾ പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ വ്യക്തമാവും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടേബിൾ ആണല്ലേ. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ 4 കോളം തന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് എക്സ് അതായത് വീറ്റ് സെക്കൻഡ് കോളത്തിൽ നൽകിയിട്ടുണ്ട്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് വൈ റൈസ് എന്ന് പറയുന്നത് തേർഡ് കോളത്തിലും, എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നുള്ളത് ഫോർത്ത് കോളത്തിലും തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി എ ബി സി ഡി ഇ, അതിൽ ഓരോ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിലും എത്ര വീറ്റ് അല്ലെങ്കിൽ എത്ര റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പം എ എന്ന പോസിബിലിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീറ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? 0, റൈസ് 10 അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ബ്രാക്കറ്റ് എഴുതുക. പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് എന്ന് പറയുന്നത് 0, ദെൻ കോമ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് വൈ അതായത് റൈസ് എത്രയാ? 10, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്താൽ അതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഒരു കോമ്പിനേഷൻ ആണ് അല്ലെ, ആ കോമ്പിനേഷന്റെ കളക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. എന്തിന്റെ കോമ്പിനേഷൻ ആണ്? വീറ്റും റൈസും, രണ്ട് കമ്മോഡിറ്റീസിന്റെ കോമ്പിനേഷൻസ് കാണിക്കുന്ന ഒരു സെറ്റാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. ഇനി ബി എടുത്ത അതേപോലെ വീറ്റ് 1 ആണ്, റൈസ് 8 ആണ് അല്ലേ. അതിൻ്റെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത് 1, 8. സി ഡി ഇ എന്ന് നോക്കുമ്പോഴും കിട്ടും നമുക്ക് 2, 6, 3, 3, 4, 0. ഒക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 2, 6 എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് എക്സും അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ് വൈയും ആണ്. അപ്പോൾ രണ്ട് കമ്മോഡിറ്റീസിൻ്റെ പ്രൊഡക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. ആ കോമ്പിനേഷൻസിനാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കമ്മോഡിറ്റീസ് മാത്രമാണോ ഒരു എക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഡൗട്ടാണ്. രണ്ട് കമ്മോഡിറ്റീസ് മാത്രമല്ല ഒരു എക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരുപാട് കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ നമുക്ക് പഠിക്കാനും ഈ കർവ് വരയ്ക്കാനും ഈസി ആയിട്ടുള്ളത് രണ്ട് കമ്മോഡിറ്റീസിൻ്റെതാണ്. കാരണം എന്താ, എക്സ് ആക്സിസും വൈ ആക്സിസും അങ്ങനെ 2 ആക്സിസേ നമുക്കുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് കമ്മോഡിറ്റി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താലാണ്. അതൊന്നെങ്കിൽ ഗുഡ് വൈ അല്ലെങ്കിൽ ഗുഡ് എക്സ് എന്ന് വെച്ച് നമുക്ക് പറയാം, അല്ലെങ്കിൽ റൈസ് വീറ്റ് അങ്ങനെ പല കമ്മോഡിറ്റീസ് വെച്ചിട്ടും നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് സെൻട്രൽ പ്രോബ്ലംസ് ഒരു എക്കോണമി ഫേസ് ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഈ പ്രശ്നങ്ങളെല്ലാം കാണിക്കുന്ന അല്ലെങ്കിൽ അതൊന്നും കൂടി വ്യക്തമായിട്ട് പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപാദന സാധ്യത വക്രം, ഷോർട്ട് ഫോമിൽ PPC എന്ന് പറയാം. സോ എന്താണ് PPC? വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് PPC എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, PPC ഈസ് ദി ലോക്കസ് ഓഫ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് 2 commodities that an economy can produce when the resources are fully employed. ഒരു എക്കോണമിയിലെ റിസോഴ്സസിനെ മൊത്തം ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന രണ്ട് കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻസ്, പല കോമ്പിനേഷൻസ് ഉണ്ടാവും. ആ പല കോമ്പിനേഷൻസും കൂടെ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന ലോക്കസ്, ഒരു രേഖയാണ് എന്ത്? PPC എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഇത് മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, ഉൽപാദന സാധ്യത അതിര്. ഒരു അതിർത്തിയാണ് അല്ലേ. എന്തിൻ്റെ അതിർത്തിയാണ്? ഒരു രാജ്യത്ത്
തന്നിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഗുഡ്സിൻ്റെ ഒരു അതിരാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇനി എങ്ങനെയാണ് PPC വരയ്ക്കുക എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം. നേരത്തെ തന്നിട്ടുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ABCDE, പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് 0, 1, 2, 3, 4 ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് റൈസ് 8, 6, 5, 3, 0. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ തരികയാണെന്നുണ്ടെങ്കിൽ ടേബിൾ തരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കർവ് വരയ്ക്കുന്നത്, PPC വരയ്ക്കുന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, X ആക്സിസ് വരയ്ക്കുക, അതുപോലെ Y ആക്സിസും വരയ്ക്കുക. അപ്പോൾ എത്രയാണ് പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് എന്നുള്ളത് നോക്കുക. അതാണ് X ആക്സിസിൽ കൊടുക്കുന്നത് പ്രൊഡക്ഷൻ ഓഫ് വീറ്റ്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് റൈസ് ആണ് Y ആക്സിസിൽ കൊടുക്കുന്നത്. പ്രൊഡക്ഷൻ ഓഫ് വീറ്റിൽ 0, 1, 2, 3, 4. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്പേഴ്സ് X ആക്സിസിൽ കൊടുക്കുക. ദെൻ Y ആക്സിസിൽ 8, 6, 5, 3, 0. ഏറ്റവും വലിയ സംഖ്യ 8 ആണ്. അതിനനുസരിച്ചിട്ട് നമ്പേഴ്സ് Y ആക്സിസിലും കൊടുക്കുക. പിന്നെ നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് അത് അടയാളപ്പെടുത്തണം. അത് അടയാളപ്പെടുത്തുമ്പോഴാണ് നമ്മൾ കർവ് വരയ്ക്കുന്നത്. അതിനാദ്യം ഫസ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എടുക്കുക. അത് 0, 8. അപ്പോൾ ആദ്യത്തെ Xൽ 0, ദെൻ നേരെ 8. ആ ഒരു കോമ്പിനേഷനിൽ മാർക്ക് ചെയ്യുക. 0, 8 എന്ന് പറയുന്ന കോമ്പിനേഷനിൽ മാർക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് വരുന്നത് B എന്ന പോസിബിലിറ്റി. അത് 1X, അതുപോലെ 6Y. അത് B എന്ന് പറയുന്നത് 1, പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് എന്ന് പറയുന്നത് 1ഉം പ്രൊഡക്ഷൻ ഓഫ് റൈസ് എന്ന് പറയുന്നത് 6ഉം ആണ്. ദെൻ C എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 2, 5, 2X, ദെൻ 5Y. ദെൻ D എന്ന് പറയുന്നത് 3X, 3Y. ദെൻ E എന്ന് പറയുന്ന പോയിന്റിൽ 4X, 0Y. അപ്പം അതെല്ലാം മാർക്ക് ചെയ്താൽ ആ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ കിട്ടുന്ന കർവാണ് PPC. നമ്മൾ നോക്കാൻ പോകുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് പോയിന്റ്സ് ഓൺ, ബിലോ ആൻഡ് എബോവ് ദി PPC. ഈ ഗ്രാഫിൽ 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, R, Q, S. ഈ പോയിന്റ്സ് ഒക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. The point Q shows effective utilization of resources. Point Q എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ലൈങ് ഓൺ ദി PPC. Q എന്ന് പറയുന്ന പോയിന്റ് എവിടെ നിൽക്കുന്നു? PPCയിലാണ് നിൽക്കുന്നത്. Then point R shows under utilization of resources. പോയിന്റ് R എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വിഭവങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് PPC കർവിന് താഴെയാണ് പോയിന്റ് R കാണിക്കുന്നത്. Then point S shows scarcity of resources. പോയിന്റ് S എന്ന് പറയുന്നത് ഒരു എക്കോണമിക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയാത്ത ഒരു പോയിന്റാണ്. അത്രത്തോളം റിസോഴ്സസ് ആ എക്കോണമിക്ക് ഇല്ല. സോ ഇറ്റ് ഷോസ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. അപ്പം 3 പോയിന്റ്സും ആലോചിച്ച് വെക്കുക. ബിലോ ദ PPC, എബോവ് ദ PPC. ബിലോ ദ PPC ആണെങ്കിൽ ഇറ്റ് ഈസ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ആൻഡ് എബോവ് ദ PPC ആണെങ്കിൽ ഇറ്റ് ഷോസ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. ഷിഫ്റ്റിംഗ് ഓഫ് PPCയിൽ ഉണ്ടാകുന്ന മാറ്റം 2 തരമാണ്, അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്. ഒന്ന് മുകളിലേക്കും പിന്നെ ഒന്ന് താഴേക്കും. അപ്വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്. അത് വലതുവശത്തേക്കുള്ള മാറ്റമാണ്. ഈ ഗ്രാഫിൽ AB എന്ന് പറയുന്ന ഒറിജിനൽ PPC കർവ് തന്നിട്ടുണ്ട്. അതിനുശേഷം റീസൺസ് ആയിട്ട് ടെക്നോളജിക്കൽ പ്രോഗ്രസ്സോ അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തോ ഉണ്ടായതിനു ശേഷം PPC കർവ് എവിടേക്ക് മാറുന്നു? റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് A', B'. ദെൻ ഡൗൺവേർഡ് ഷിഫ്റ്റ്, അതായത് ലെഫ്റ്റ് വേർഡ്, ഇടതുവശത്തേക്കുള്ള മാറ്റം. ആദ്യത്തെ ഒറിജിനൽ PPC എന്ന് പറയുന്നത് AB ആണ്. പിന്നീട് എന്ത് ചെയ്തു? നാച്ചുറൽ കലാമിറ്റിയോ വാറോ ഒരു എക്കോണമി ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും?
A-B- എന്ന് പറയുന്ന പുതിയൊരു PPCയിലേക്ക് മാറും. അതായത് താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു, താഴേക്ക് മാറി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കേരളം ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ തന്നെ നോക്കാം. കൊറോണ എന്ന അസുഖം വന്നതിന് ശേഷം നമ്മുടെ പ്രൊഡക്ഷൻ എല്ലാം തീരെ കുറഞ്ഞിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ PPC എന്ന് പറയുന്നത് ഡൗൺവേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നീട് അതെല്ലാം മാറി പഴയ രീതിയിലാവുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസം വന്നു, കുറേ ഗവൺമെൻറ് പദ്ധതികളെല്ലാം വന്ന് പുതിയ രീതിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്വേർഡ് ഷിഫ്റ്റിലേക്ക് മാറും. അപ്വേർഡ് ഷിഫ്റ്റ് ആയിരിക്കും, PPC മുകളിലോട്ട് മാറും. അടുത്തത് നമ്മൾ പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൻ്റെ മീനിങ് അവസരാത്മക ചെലവ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ടു ഒബ്റ്റെയിൻ എ തിങ്. നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള അവസരത്തിനുള്ള ചെലവിനെയാണ് അവസരാത്മക ചെലവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി കോസ്റ്റ്, ഒരു ചെലവാണ് അല്ലെങ്കിൽ ഒരു നഷ്ടമാണ്. എന്തിനുള്ള നഷ്ടമാണ്? ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ ടു ഒബ്റ്റെയിൻ എ തിങ്. എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണോ അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം 2 ഓപ്ഷൻസാണ് നമ്മൾ മുന്നിൽ വെക്കുന്നത്. ഒന്നെങ്കിൽ ഡിഗ്രിക്ക് പോവാം, അല്ലെങ്കിൽ ടീച്ചിങ് കോഴ്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു, ആ വർഷം ഡിഗ്രിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ എന്തിനെയാണ് ഒഴിവാക്കുന്നത്? ടീച്ചിങ് കോഴ്സ് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ അതൊരു നഷ്ടമാണ്. ആ നഷ്ടത്തിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ ലെവലിൽ വരുമ്പോൾ ഈ എക്സാമ്പിൾ ഒന്നല്ല കണക്കാക്കേണ്ടത്. എന്താണ്? ഒരു കമ്മോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വരും. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇനി നമ്മൾ പറയുന്നത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണ് എന്നുള്ളതാണ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മീനിങ് സീമാന്ത അവസരാത്മക ചെലവ്. The slope of PPC is MOC and marginal rate of transformation. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നതാണ്, PPCയുടെ സ്ലോപ്പ് ചെരിവ് എന്താണെന്ന് ചോദിച്ചാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ MRT. അതെന്താണ്? വിച്ച് റെഫേഴ്സ് ടു അഡീഷണൽ സാക്രിഫൈസ് ദാറ്റ് ആൻ എക്കോണമി മേക്സ് വെൻ ദേ ഷിഫ്റ്റ് റിസോഴ്സസ് ഫ്രം പ്രൊഡക്ഷൻ ഓഫ് വൺ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ടു അതർ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി ഒരു യൂണിറ്റ് അഡീഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു യൂണിറ്റ് അധികം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ എത്ര കുറയ്ക്കുന്നു എന്നുള്ളതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഒരു കമ്മോഡിറ്റി ഒരു യൂണിറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ എത്ര കുറയ്ക്കുന്നു എന്നുള്ളതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. That is MOC is equal to delta y by delta x. Here delta x is change in the production of first commodity and delta y is change in the production of second commodity. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷനിൽ വരുന്ന മാറ്റം. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കമ്മോഡിറ്റിയിലെ പ്രൊഡക്ഷനിൽ വരുന്ന മാറ്റം. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് MOC. ഇനി MOC കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് PPC കർവ് വരയ്ക്കുന്നത്, അതുപോലെ MOCയിലുള്ള മാറ്റം എങ്ങനെയാണ് PPCയെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെ MOC കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി A,
ദെൻ പ്രൊഡക്ഷൻ ഓഫ് റൈസ് 0, ദെൻ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് 16. അതുപോലെ BCDEF എന്നുള്ളതിനെല്ലാം പ്രൊഡക്ഷൻ ഓഫ് റൈസും പ്രൊഡക്ഷൻ ഓഫ് വീറ്റും എത്രയാണ് തന്നിട്ടുണ്ട്. ദെൻ MOC എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്മോഡിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കമ്മോഡിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം. എക്സ് എന്ന് പറയുന്നത് റൈസും വീറ്റ് വൈ ആയിട്ടും കണക്കാക്കിയിട്ടുണ്ട്. എങ്ങനെ MOC കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം പ്രൊഡക്ഷൻ ഓഫ് റൈസ് എടുക്കാം. എ എന്നുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ നിന്ന് ബി എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിലേക്ക് മാറുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് റൈസ് 0ൽ നിന്ന് 1ലേക്ക് മാറും. പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് 16ൽ നിന്ന് 15ലേക്ക് മാറും. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ഡെൽറ്റ വൈ ആണ് ആദ്യം എടുക്കേണ്ടത്. ഡെൽറ്റ വൈ എന്ന ചേഞ്ച് ആണല്ലേ, എത്ര മാറ്റം വന്നു? 16 മൈനസ് 15 = 1. ദെൻ ഡെൽറ്റ എക്സ് 0 1 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ദെൻ 1/1 = 1. MOC ഇവിടെ മൈനസും പ്ലസ് മൈനസും പ്ലസും നമ്മൾ കണക്കാക്കേണ്ടതില്ല. നെക്സ്റ്റ് ബിയും സിയും തമ്മിലുള്ള മാറ്റം 1, 2. പ്രൊഡക്ഷൻ ഓഫ് വീറ്റിൽ 15, 13 തമ്മിൽ ഡിഫറൻസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 15 മൈനസ് 13 ദാറ്റ് ഈസ് 2. ദെൻ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1ഉം 2ഉം തമ്മിൽ ഡിഫറൻസ് 1. ദെൻ MOC 2/1 = 2. ദെൻ ഡി എന്നുള്ള പോയിന്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്മിൽ ഡിഫറൻസ് 2ഉം 3. പ്രൊഡക്ഷൻ ഓഫ് റൈസ് 2ൽ നിന്ന് 3ലേക്ക് ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് എത്ര കുറയ്ക്കേണ്ടി വന്നു? 13ൽ നിന്ന് 10ലേക്ക് കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ കുറയ്ക്കേണ്ടി വന്നത് 3 ഡിവൈഡഡ് ബൈ കൂട്ടിയത് 1 = 3. ദെൻ ഇ എന്നുള്ള പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3ൽ നിന്ന് 4ലേക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് 10ൽ നിന്ന് 6ലേക്ക് കുറച്ചു. അപ്പോൾ 10 - 6 4/1 = 4. ദെൻ എഫ് എന്നുള്ള പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4ൽ നിന്ന് 5ലേക്ക് വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ചതിന് പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് എത്രയായി കുറച്ചു? 0 ആയി കുറച്ചിട്ടുണ്ട്. ദെൻ MOC = ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് 6/1 = 6. അപ്പോൾ ഇവിടെ MOC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 6 ഒരു ഇൻക്രീസിങ് MOC ഇൻക്രീസ് ചെയ്തിട്ട് വരികയാണ്, കൂടി വരികയാണെങ്കിൽ അപ്പോൾ എങ്ങനെയായിരിക്കും PPCയുടെ ഷേപ്പ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ MOC എങ്ങനെയാണ് ഒരു PPCയുടെ ഷേപ്പിനെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. X ആക്സിസും Y ആക്സിസിലും നമ്മൾ തന്നിട്ടുള്ള പ്രൊഡക്ഷൻ ഓഫ് റൈസും പ്രൊഡക്ഷൻ ഓഫ് വീറ്റും കൊടുക്കുക. X ആക്സിൽ പ്രൊഡക്ഷൻ ഓഫ് റൈസ്, ദെൻ Y ആക്സിൽ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ്. നമ്മുടെ കോമ്പിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? കർവ് വരയ്ക്കുക. 0, 16, 1, 15, 2, 13, 3, 10, 4, 6, 5, 0 ABCDE എന്ന് പറയുന്ന പോയിന്റ്സ് കിട്ടും. അത് നമ്മൾ യോജിപ്പിച്ചാൽ PPC ഗ്രാഫ് നമുക്ക് കിട്ടും. അപ്പോൾ MOC എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പ് കോൺകേവ് ഷേപ്പാണ്. പൊതുവെ PPCയുടെ ഷേപ്പ് കോൺകേവ് ആയിരിക്കും. അതായത് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഷേപ്പ്. ദെൻ MOC കുറഞ്ഞു വന്നാൽ എന്താണ് PPCയുടെ ഷേപ്പിൽ വരുന്ന മാറ്റം എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ദെൻ പ്രൊഡക്ഷൻ ഓഫ് റൈസ് എക്സ്, പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് വൈ, ദെൻ MOC = ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. 5 പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഉണ്ട്, ABCDE. അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് റൈസിൽ വരുന്നത് 0, 1, 2, 3, 4. പ്രൊഡക്ഷൻ ഓഫ് വീറ്റിൽ 10, 6, 3, 1, 0. ഫസ്റ്റിലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എടുക്കാം. പ്രൊഡക്ഷൻ ഓഫ് റൈസ് എന്ന് പറയുന്നത് എക്സും പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് 10ഉം. ദെൻ ബിയിലേക്ക് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? പ്രൊഡക്ഷൻ ഓഫ് റൈസ് 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു.
അതേപോലെ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് അതിന് വേണ്ടിയിട്ട് 4 യൂണിറ്റ് കുറച്ചു. ഇപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് സെക്കൻഡ് കമ്മോഡിറ്റിയിലുള്ള മാറ്റം, അതായത് 4/1 is equal to 4. ദെൻ സി എന്നുള്ള പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിയിൽ നിന്ന് സിയിലേക്ക് മാറിയപ്പോൾ എക്സ് എന്ന കമ്മോഡിറ്റി 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 യൂണിറ്റ് വൈ എന്ന കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കുറച്ചു. അപ്പോൾ തമ്മിൽ റേഷ്യോ എടുക്കുക, 3/1 is equal to 3. അതേപോലെ തന്നെ ഡിയും ഇയും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4, 3, 2, 1 എന്ന് പറയുന്ന എം ഒ സി ആണ്. അപ്പോൾ ഇതെല്ലാം പ്രൊഡക്ഷൻ ഓഫ് റൈസും പ്രൊഡക്ഷൻ ഓഫ് വീറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ആക്സിസിലും കൊടുത്തിട്ട് നമ്മൾ കർവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ എം ഒ സി ഡിക്രീസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ കർവിൻ്റെ ഷേപ്പ് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു കോൺസ്റ്റന്റ് പോസിബിലിറ്റി കൂടെ ഉണ്ട്. സ്ഥിരമായിട്ട് മാറ്റമില്ലാത്ത എം ഒ സി ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പി പി സിയുടെ ഷേപ്പ് എന്നുള്ളത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഇവിടെ ABCDE 5 പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ഉണ്ട്. അതിനൊപ്പിച്ച് തന്നെ പ്രൊഡക്ഷൻ ഓഫ് എക്സും പ്രൊഡക്ഷൻ ഓഫ് വൈയും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ നിന്നും ബിയിലേക്ക് മാറിയപ്പോൾ, എയിൽ നിന്നും ബിയിലേക്ക് മാറിയപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് എക്സ് 0യിൽ നിന്നും 1ലേക്ക് ഇൻക്രീസ് ചെയ്തു. ആ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ ഓഫ് വൈ 60യിൽ നിന്നും 12ലേക്ക് കുറച്ചു. അതായത് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണല്ലോ എം ഒ സി. ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 16 - 12 4. ദെൻ 0യും 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 is equal to 4. ദെൻ ബിയും സിയും, ബിയിൽ നിന്ന് സിയിലേക്ക് മാറിയപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് എക്സ് 1ൽ നിന്ന് 2ലേക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 12ൽ നിന്ന് 8ലേക്ക് പ്രൊഡക്ഷൻ ഓഫ് വൈ കുറയ്ക്കേണ്ടി വന്നു. അപ്പോൾ 4/1 is equal to 4. ഡി എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിയിൽ നിന്നും ഡിയിലേക്ക് മാറിയപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് എക്സ് 2ൽ നിന്നും 3 ആയി മാറി. 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. അതായത് പ്രൊഡക്ഷൻ ഓഫ് വൈ ആ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 യൂണിറ്റ് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 8 - 4 is equal to 4. ദെൻ 2, 3യും തമ്മിൽ ഡിഫറൻസ് എടുക്കുക, 1 is equal to 4. അങ്ങനെ ABCD എന്നുള്ള പോയിന്റ്സിനൊക്കെ ഒരു കോൺസ്റ്റന്റ് എം ഒ സി ആണ് കിട്ടുന്നത്. കോൺസ്റ്റന്റ് എം ഒ സി ആവുമ്പോൾ എന്തായിരിക്കും പി പി സിയുടെ ഷേപ്പ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കർവ് വരച്ച് നോക്കുക. കർവ് വരച്ച് നോക്കുമ്പോൾ പ്രൊഡക്ഷൻ ഓഫ് എക്സ് ആക്സിലും പ്രൊഡക്ഷൻ ഓഫ് വൈ ആക്സിലും എടുത്തു. എന്നിട്ട് കോമ്പിനേഷൻസ് എല്ലാം അടയാളപ്പെടുത്തുക. ABCDE എന്ന് പറയുന്ന കോമ്പിനേഷൻസ് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവ് ഏത് ഷേപ്പിലാണ്? ലീനിയർ ഷേപ്പാണ്. അപ്പോൾ കോൺസ്റ്റന്റ് എം ഒ സി ആണെന്നുണ്ടെങ്കിൽ കർവ് ലീനിയർ ഷേപ്പ് ആയിരിക്കും. നമുക്ക് പറഞ്ഞതിനൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരുമിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കാണിക്കുക എന്നുള്ളതാണ്. എം ഒ സി ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷേപ്പ് ഓഫ് പി പി സി എന്ന് പറയുന്നത് കോൺകേവ് ആയിരിക്കും. പിന്നെ എം ഒ സി ഡിക്രീസ് കുറയുകയാണെങ്കിൽ ഷേപ്പ് ഓഫ് പി പി സി കോൺവെക്സ് ആയിരിക്കും. പിന്നെ എം ഒ സി കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഷേപ്പ് ഓഫ് പി പി സി ലീനിയർ ആയിരിക്കും. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്, പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, ടൈപ്സ് ഓഫ് എക്കോണമി. ഇത്രയും ഭാഗങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്.